നമസ്കാരം. വീണ്ടും നിപ്പ വൈറസ് ഭീതി. ഇന്ത്യയിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തതോടെ വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കാലത്ത് ഇതിന് സമാനമായ രീതിയിൽ സ്ക്രീനിംഗ് പുനരാരംഭിച്ചു. പശ്ചിമ ബംഗാളിൽ 5 പേർക്ക് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതോടെയാണ് ഏഷ്യയിലുടനീളം പകർച്ചവ്യാധി ഭീഷണി ഉയർന്നത്. കോവിഡ് കാലത്തിന് സമാനമായ രീതിയിൽ വിമാനത്താവളങ്ങളിൽ സ്ക്രീനിംഗ് പുനരാരംഭിക്കാൻ പല രാജ്യങ്ങളും ഇതിനോടകം തീരുമാനിച്ചു കഴിഞ്ഞു. ബംഗാളിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ചികിത്സയിലായിരുന്ന 2 നഴ്സുമാർക്ക് രോഗം ബാധിച്ചതിന് പിന്നാലെ 3 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. രോഗികളുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന 110 പേർ നിലവിൽ ക്വാറന്റൈനിലാണ്. രോഗബാധിതയായ ഒരു നഴ്സ് നിലവിൽ കോമാവസ്ഥയിലാണ്. ശ്വാസകോശ സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങളുമായി എത്തിയ ഒരു രോഗിയെ ചികിത്സിക്കുന്നതിനിടയിലാണ് ഇവർക്ക് അണുബാധയേറ്റതെന്നാണ് കരുതപ്പെടുന്നത്. പരിശോധന ഫലം വരുന്നതിന് മുൻപേ ആ രോഗി മരണപ്പെട്ടിരുന്നു. ഇതിനോടുള്ള പ്രതികരണമായി പശ്ചിമ ബംഗാളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്കായി തായ്ലൻഡ് ആരോഗ്യ മന്ത്രാലയം പ്രധാന വിമാനത്താവളങ്ങളിൽ ആരോഗ്യ പരിശോധന ഏർപ്പെടുത്തി. യാത്രക്കാർക്ക് പനി, തലവേദന, തൊണ്ടവേദന, ഛർദി, പേശിവേദന തുടങ്ങിയ നിപ്പ ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും അസുഖം ബാധിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ഹെൽത്ത് ബിവർ കാർഡുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളുമായി നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉള്ളതിനാൽ തായ്ലൻഡിൽ ഇതുവരെ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഫുക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കടുത്ത പനിയോ നിപ്പ വൈറസിന് സമാനമായ മറ്റ് ലക്ഷണങ്ങളോ ഉള്ള യാത്രക്കാരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയേക്കാമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേപ്പാൾ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന കരമാർഗങ്ങളിലും ജാഗ്രത വർദ്ധിപ്പിച്ചു. അതേസമയം നിപ്പ വൈറസിനെ കാറ്റഗറി 5 പകർച്ചവ്യാധിയായി പട്ടികപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി തായ്വാൻ അറിയിച്ചു. ഗുരുതരമായ പുതിയ അണുബാധകൾക്കുള്ള ഏറ്റവും ഉയർന്ന വർഗീകരണമാണിത്. ഇത് നടപ്പിലാക്കുന്നതോടെ രോഗബാധയുണ്ടായാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാനും പ്രത്യേക നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാനും സാധിക്കും. കേരളത്തിനായിട്ടുള്ള ലെവൽ 2 യെല്ലോ ട്രാവൽ അലേർട്ട് നിലനിർത്തുന്നതായും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും തായ്വാൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറിയിച്ചു. ഇതുവരെ ഇന്ത്യക്ക് പുറത്ത് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടാതെ അമേരിക്കയിലേക്കോ വടക്കേ അമേരിക്കയിലെ മറ്റ് ഭാഗങ്ങളിലേക്കോ നിപ്പ പടരുന്നതിന്റെ ലക്ഷണങ്ങളുമില്ല. അരങ്ങൊഴിഞ്ഞെന്ന് കരുതിയ നിപ്പ വീണ്ടും മാരകമായി തിരിച്ചെത്തുമ്പോൾ ആശങ്കയേറ്റുന്നത് ഇതിന്റെ മരണനിരക്കാണ്. 40 മുതൽ 75% വരെ ആളുകൾ മരണപ്പെടാൻ സാധ്യതയുള്ള ഈ വൈറസിനെ പ്രതിരോധിക്കാൻ മുൻപ് കേരളത്തിലും തമിഴ്നാട്ടിലും നടപ്പിലാക്കിയ അതേ അതീവ ജാഗ്രതയാണ് ഇപ്പോഴും തുടരുന്നത്. വവ്വാലുകളിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് സ്ഥിരീകരിക്കാൻ പശ്ചിമ ബംഗാളിലെ നാദിയയിൽ വിദഗ്ധ സംഘം സർവേ ആരംഭിച്ചു കഴിഞ്ഞു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന മാരകമായ വൈറസാണിത്. ഫലഭുക്കുകളായ വവ്വാലുകളാണ് ഇതിന്റെ പ്രധാന വാഹകർ. പന്നികളിലൂടെയും ഇത് പകരാം. വവ്വാലുകൾ കടിച്ച പഴങ്ങളിലൂടെയോ അവയുടെ സ്രവങ്ങൾ കലർന്ന പാനീയങ്ങളിലൂടെയോ രോഗബാധയുള്ള പന്നികളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കവും ഇതിന് കാരണമാണ്. രോഗബാധയുണ്ടായി 4 മുതൽ 14 ദിവസത്തിനുള്ളിലാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. കടുത്ത പനി, തലവേദന, പേശിവേദന, ഛർദി, തൊണ്ടവേദന, ഗുരുതരാവസ്ഥയിൽ തലച്ചോറിൽ വീക്കം, ശ്വാസതടസ്സം, ബോധക്ഷയം, അപസ്മാരം, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ കോമാവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യത തുടങ്ങിയവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. തായ്ലൻഡ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്കായി വിമാനത്താവളത്തിൽ പ്രത്യേക സ്ക്രീനിംഗ് ഏർപ്പെടുത്തി. തായ്ലൻഡിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവർക്ക് പനി പരിശോധനയും ഹെൽത്ത് കാർഡുകളും നൽകുന്നുണ്ട്. നേപ്പാളിൽ അതിർത്തി കടന്നു വരുന്നവർക്കും വിമാനത്താവളത്തിലും നിരീക്ഷണം ശക്തമാക്കി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നിപ്പ ബാധിക്കുന്നവരിൽ മരണനിരക്ക് 40 മുതൽ 75% വരെയാണ്. നിലവിൽ നിപ്പയ്ക്ക് ഫലപ്രദമായ വാക്സിനുകളോ പ്രത്യേക മരുന്നുകളോ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും തീവ്രപരിചരണവുമാണ് ഏക പോംവഴി. ശ്വാസകോശത്തെയും തലച്ചോറിനെയും ഒരുപോലെ ബാധിക്കുന്ന മാരക വൈറസ് ആയതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ ആരോഗ്യ വിദഗ്ധർ ഇതിനെ ഗൗരവത്തോടെയാണ് കാണുന്നത്. സമ്പർക്കം ഒഴിവാക്കുക, ശുചിത്വം പാലിക്കുക എന്നിവയാണ് ഏറ്റവും പ്രധാന പ്രതിരോധം.